കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന വിചിന്തനത്തിനായി നമുക്ക് നാം തുടർമാനമായി വായിച്ചു വരുന്ന വിശുദ്ധ വേദപുസ്തകത്തിലെ യൂദ എഴുതിയ ലേഖനം, അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുന്നു. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുക വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ച് എഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഒരു പ്രാവശ്യം നമ്മുടെ എക്സോഡസ് മീഡിയ മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ തിരുസ്ഥലേക്ക് അടുത്തു വരുന്നു. കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ശുശ്രൂഷിപ്പാൻ എളിയവരെയും കേൾവിക്കാരായ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഇതിന് നേതൃത്വം കൊടുത്ത വിലപ്പെട്ട ദാസൻ കുടുംബം എല്ലാവർക്കുമായിട്ട് സ്തോത്രം ചെയ്യും. അല്പസമയം ഇരിക്കട്ടെ. സാന്നിധ്യം കൂടിരിക്കണമേ, കൃപ കൂടിരിക്കണമേ. സകലത്തെയും കർത്താവ് നിയന്ത്രിക്കണമേ, മഹത്വത്തിനായി ചെയ്യണമേ. മഷിഹാമൂല അപേക്ഷിക്കുമ്പോൾ ദയവുണ്ടായി കേൾക്കണമേ, സ്വർഗ്ഗീയ പിതാവേ. ആമേൻ. എല്ലാവർക്കും വന്ദനം. ഒരു പാണ്ട് ചില വരികൾ നമുക്ക് ചേർന്ന് പാടാം. ഇഷ്ടം. ജീവിതഭാര ചുമടുകളാകെ അവൻ ചുമന്നെന്നെ പുലർത്തിയിടും. എൻ്റെ ജീവിതഭാര ചുമടുകളാകെ അവൻ ചുമന്നെന്നെ പുലർത്തിയിടുന്നു. ആകയാലാകുല ഇന്നെനിക്കില്ല ആനന്ദമായൊരു ജീവിതമാ. ആകയാലാകുല ഇന്നെനിക്കില്ല ആനന്ദമായൊരു ജീവിതമാ. പാണികളാലെ അനുദിനമവനെന്നെ നടത്തിയിടുന്നു. ഓ, അനുദിനമവനെന്നെ നടത്തിയിടുന്നു. സ്തോത്രം. ജീവിതത്തിന്റെ ഭാരങ്ങളേറുമ്പോൾ, ആ ചൂടുകളാൽ ഞാൻ നടക്കുമ്പോൾ എൻ്റെ കർത്താവ് എന്നെ പുലർത്തുന്നു. അതുകൊണ്ട് എനിക്ക് ആകുല ഒന്നുമില്ല. എൻ്റെ ജീവിതം എന്ന് വളരെ ആനന്ദത്തിലാണെന്ന് പാടുവാൻ ആ പാട്ടുകാരനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിച്ചു. നമുക്കും അവരോട് ചേർന്ന് പാടുവാൻ കർത്താവ് സഹായിച്ചല്ലോ. സ്തോത്രം. എങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളോട് കൂടിയിരിക്കുന്ന കർത്താവ് ഏതൊരു വിശ്വാസിക്ക് നൽകുന്ന ശക്തമേറിയ ഒരു ആലോചനയാണ് യൂദ അപ്പോസ്തലനിലൂടെ നൽകുന്നത്. നമ്മുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി നാം പോരാടുന്നു. ഈ ദിവസങ്ങൾ നാം തുടർമാനമായി ശ്രദ്ധിച്ചു വരുന്നത് ഈ വല്ലാത്ത ലോകത്ത് കർത്താവിന് വേണ്ടി നിലനിന്ന് ഫലം കായ്ക്കുവാൻ, കർത്താവിനെ അറിഞ്ഞ് ആരാധിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നാൽ ഖേദത്തോടെ പറയട്ടെ, ഇന്ന് പലർക്കും കർത്താവ് ആരാണെന്നും കർത്താവ് എന്താണെന്നും അറിയാതെ ആണ് ആരാധന ജീവിതമെന്ന് തോന്നിപ്പോകുന്നു. കാരണം അവരുടെ പ്രവൃത്തികളും മറ്റിതര കാര്യങ്ങളും നാം പരിശോധിച്ചാൽ അതാണ് തെളിവായി വരുന്നത്. ഇന്നീ തലമുറയിലുള്ളവരുടെ മാത്രം ഒരു പ്രത്യേകതയായിട്ട് കണക്കാക്കാൻ കഴിയില്ല. വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നാം കടന്നുപോയാൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അങ്ങനെ ഒത്തിരി പേരെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ചിലരെ കുറിച്ചാണ് നമ്മൾ തുടർമാനമായി ഈ എപ്പിസോഡുകൾ ചിന്തിച്ചു വരുന്നത്. ആവർത്തന വിരസതയ്ക്ക് കാരണമാകുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇന്ന് നമുക്കതിൽ 1-2 പേരെ കൂടെ പരിചയപ്പെട്ട് ഈ ചിന്ത പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. അതിനാൽ നമ്മൾ കാണുന്ന ഒരു പഴയ നിയമ പ്രവാചകനാണ്.
പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ ദൈവവുമായൊരു എൻകൗണ്ടർ, ദൈവവുമായൊരു കുട്ടിമുട്ടൽ, ദൈവത്തെ നേരെ മുഖാമുഖം കണ്ടൊരു അനുഭവം അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. എന്നാൽ കർത്താവിനെ കണ്ടതിന് ശേഷം തന്റെ ജീവിതം ഏറ്റവും ധന്യവും അനുഗ്രഹമായി തീർന്നു. ആ ആള് മറ്റാരുമല്ല, ശമൂവേൽ പ്രവാചകനാണ്. ശമൂവേൽ പ്രവാചക പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1 ശമൂവേൽ പ്രവാചക 1-ാം പുസ്തകം 1-ാം പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ നമുക്ക് ആ ഭാഗം കാണാനായിട്ട് സാധിക്കും. ശമൂവേൽ അന്നുവരെ യഹോവയെ അറിഞ്ഞില്ല. യഹോവയുടെ വചനം അവന് അന്നുവരെ വെളിപ്പെട്ടതുമില്ല. അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ഏലി പുരോഹിതനോട് ചേർന്ന് യാഹാം ദൈവത്തിന് ശുശ്രൂഷയിൽ സജീവമായ ഒരു ചെറു ബാലകനാണ്, വ്യക്തിയാണ് ശമൂവേൽ. ഏലി പുരോഹിതൻ കൂടെയുണ്ട്. നാം ഇങ്ങനെ വായിക്കുന്നത്, ശമൂവേൽ ബാലൻ ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. അന്ന് പെട്ടകമിരിക്കുന്ന സ്ഥലത്ത്, ഇസ്രായേൽ മക്കൾ കൂടി വന്ന് ആരാധിക്കുന്ന ആ സ്ഥലത്ത് ദൈവിക ശുശ്രൂഷ ആരാധന നടക്കുകയാണ്. അവിടെ ശമൂവേൽ ബാലൻ കർമ്മനിരതനായി യഹോവയുടെ ആരാധനയെ സേവിക്കുന്ന ഒരു ദൈവപൈതലാണ്. എന്നാൽ നാം 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ആ കാലത്ത് ഒരിക്കൽ ഏലി തന്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. 3-ാമത്തെ വാക്യം, അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശമൂവേൽ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കിടന്നതിന് മുമ്പേ ചെന്ന് കിടന്നു. ദൈവത്തിന്റെ പെട്ടകത്തിനോട് ചേർന്നാണ് ശമൂവേൽ ബാലനായിരിക്കുന്നത്. താമസവും ശുശ്രൂഷയെല്ലാം അവിടെ തന്നെയാണ്, ഭക്ഷണം എവിടെയാണ്, എല്ലാം ദൈവസന്ധിയിലാണ്, ദൈവത്തിന്റെ പെട്ടകത്തോട് ചേർന്ന്. അങ്ങനെ പെട്ടകത്തോട് ചേർന്നിരിക്കുന്ന ശമൂവേലിന് പക്ഷെ ഒരു കാര്യം അറിയത്തില്ല. 7-ാം വാക്യത്തിൽ അത് നമ്മൾ പ്രാരംഭമായി വായിച്ചത്. ശമൂവേൽ അന്നുവരെ യഹോവയെ അറിഞ്ഞില്ല. ഇത് ആർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നത്? ആരുടെ മുൻപാകെ യാഗത്തിന് കൂട്ടു നിൽക്കുന്നത്? ആരെയാ സ്തുതിക്കുന്നത്? ആരെയാ ആരാധിക്കുന്നത്? ആർക്കാണ് ഈ ആരാധനയെല്ലാം ചെല്ലുന്നത്? ആർക്കാണ് ഈ യാഗങ്ങൾ? ഇതെല്ലാം എത്തിച്ചേർന്ന് ആർക്കാണെന്ന് ഒരു പിടുത്തവുമില്ല. കാരണം അതുവരെ ശമൂവേൽ ബാലൻ യഹോവയെ അറിഞ്ഞിരുന്നില്ല. പക്ഷെ ആരാധന തകൃതിയെ നടക്കുന്നു, ശുശ്രൂഷ തകൃതിയെ നടക്കുന്നുണ്ട്. നമ്മുടെ ധൂപത്തിൽ ഇതെല്ലാം ഉണ്ട്. എല്ലാത്തിലും ശക്തമായിട്ട് ശമൂവേൽ ബാലന്റെ പ്രസൻസ് ഉണ്ട്. എന്നാൽ ആരെയാണെന്ന് അറിയത്തില്ല. ഇന്നും അങ്ങനെ പേരാ ഒത്തിരി. പാട്ടുപ്രാർത്ഥന, ആരാധന, അന്യഭാഷ എല്ലാം ഉണ്ട്. പക്ഷെ ഈ ദൈവം ആരാണെന്ന്, ഈ ദൈവത്തിന് മുമ്പാകെ എങ്ങനെയാകണമെന്നും അറിയാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? തന്നെയല്ല, അന്ന് ഈ ആരാധന ഇത്ര ശക്തമായി കേമമായി നടക്കുമ്പോൾ എന്തുണ്ടായിരുന്നില്ല, യഹോവയെ അറിഞ്ഞിരുന്നില്ലെന്ന് മാത്രമല്ല, യഹോവയുടെ വചനം അവന് അന്നുവരെ വെളിപ്പെട്ടതുമില്ല. ദൈവത്തിന്റെ വചനം ഈ ശുശ്രൂഷകന് വെളിപ്പെട്ടിരുന്നില്ല. പക്ഷെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്. അതിന്റെ ഒരു ചെറിയ നിഴലാണ് ഇന്ന് വേർപെട്ട ദൈവമക്കളുടെ ഇടയിൽ നടക്കുന്ന വിവാഹ ശുശ്രൂഷ എന്നതും വിവാഹ നിശ്ചയവുമൊക്കെ. എന്താണാവോ നടക്കുന്നത്? നടത്തിപ്പുകാർക്കും ഒരു പിടുത്തവും ഇല്ല, നടത്തുന്ന കാണാനിരിക്കുന്നവർക്കും സംബന്ധിക്കുന്നവർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. എന്നാൽ സമുദായസ്ഥരാകട്ടെ ഒരു വിവാഹ നിശ്ചയം നടത്തിയാൽ ഏറിയാൽ 15 മിനിറ്റ് വന്നുടനെ അതിന്റെ അധ്യക്ഷനായിരിക്കുന്ന പുരോഹിതൻ ചോദിക്കും, നമ്മൾ ഇന്ന് എന്തിനാ ഇവിടെ വിളിച്ചു വരുത്തിയത്? അതിന് ഉത്തരവാദപ്പെട്ടവർ എന്ന് പറയട്ടെ. അപ്പോൾ ആരെങ്കിലും ഒരാൾ
വന്നിട്ട് പറയും ഞങ്ങളുടെ ഇന്നടത്ത് ഇന്നാരും മകളുടെ മകന്റെ നമ്മുടെ വിവാഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഏറെക്കുറെ ഞങ്ങൾ കണ്ടെത്തിയൊരു ധാരണയിലെത്തിയിട്ടിരിക്കുന്നു. അതിന് ഞങ്ങളുടെ ബന്ധുമിത്രാദിയും ചാർച്ചക്കാരും സമുദായസ്ഥരും പുരോഹിതന്മാരുടെ സാന്നിധ്യത്തിൽ വിവാഹം ഉറച്ചൊരു തീരുമാനം എടുക്കണം. അതിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം കേട്ടല്ലോ ഇത്. അടുത്തയാൾ എന്തായി തീരുമാനം? അപ്പോൾ അദ്ദേഹം തീരുമാനം പറയും, ഇന്ന് നമുക്കിവിടെ വെച്ച് ഉറപ്പിച്ച് കാര്യങ്ങൾക്ക് സമീപം വന്നാൽ അടുത്ത ദിവസം ഡേറ്റ് തീയതി പറയും, സ്ഥലം പറയും, അവിടെ വെച്ച് വിവാഹം നടത്തി കെട്ടി ഒന്നീ വധുവിന്റെ വീട്ടിൽ വരന്റെ വീട്ടിൽ ഗൃഹപ്രവേശം നടത്താൻ താല്പര്യപ്പെടുന്നു. മതി. അപ്പോൾ അതിനകത്തെ കാര്യങ്ങൾ നടത്തിപ്പോയാലും പറയും എന്താ കാര്യങ്ങളൊക്കെ കാര്യങ്ങൾക്ക് തീരുമാനിച്ചു. അവരെഴുന്നേറ്റിരുന്ന് സങ്കീർത്തന ഭാവം വായിക്കാൻ തോന്നുന്നില്ല, ഒരു പാട്ട് ഏതെങ്കിലും പാടും, സ്വർഗസ്വനായും ചൊല്ലും, ആശീർവാദവും പറയും, ഭക്ഷണം കഴിഞ്ഞു പരിപാടി. എന്നാൽ വേർപെട്ടെന്ന് പറയുന്ന പെന്തക്കോസ്തുകാരും വേർപാടുകാരും നടത്തുന്ന വിവാഹ നിശ്ചയത്തിന് പോയ ഊപ്പാട് വരും. കല്യാണത്തിനപ്പുറം പണത്തിന്റെ ആധിക്യത്തിൽ എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നത്. ഇതെന്താ അറിഞ്ഞിട്ടാ? 2 മണിക്കൂർ നേരത്തേക്ക് പൊടിക്കുന്ന ലക്ഷങ്ങൾ എത്രയാ? ഇത് തന്നെയാണ് ശമൂവേൽ ബാലൻ ചെയ്തത്. ശുശ്രൂഷ കേമമായിട്ടുണ്ട്, പക്ഷെ എന്താണെന്ന് അറിയത്തില്ല. വചനം അറിയുന്നില്ല, നിശ്ചയമില്ല. ശരിക്കും പറഞ്ഞാൽ വചന നിശ്ചയം ഉണ്ടായിരുന്നെങ്കിൽ, ദൈവത്തെ എന്തെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ സമൂഹം ഇമാതിരി കാര്യങ്ങൾ കാട്ടിക്കൂട്ടുവോ? ഒരിക്കലുമില്ല. പോകട്ടെ. അപ്പോ ശമൂവേൽ ബാലൻ ഇത് അറിഞ്ഞിരുന്നില്ല. അന്ന് ആ കാലത്ത് അതിന് ചേർന്ന് പറയുന്നു ചില പ്രത്യേകതകളുണ്ടായിരുന്നു. ദൈവവചനം ദുർലഭമായിരുന്നു, ദർശനവും ഏറെയില്ലായിരുന്നു. ശുശ്രൂഷക്കാർക്കും വിശ്വാസികൾക്കും എല്ലാവർക്കും ലഭിച്ച ഒരു പ്രത്യേക കാര്യമായിരുന്നു വചനം ദുർലഭമായിരുന്നു, ദർശനമോ ഏറെയില്ലായിരുന്നു. അതുകൊണ്ട് ജനം ഓരോരുത്തരും തോന്നിയതുപോലെ താൻ്റെ വഴി നടന്നു. സകല കൊള്ളരുതായ്മകളും പുരോഹിതന്റെ സ്ഥലത്ത് ദേവാലയത്തിനകത്ത് നടക്കുക. അന്നത്തെ കാലത്തെ കുറിച്ച് അന്ന് വചനം ഏറെയില്ലായിരുന്നു, ദർശനമേറെയില്ലായിരുന്നു. വചനം ദുർലഭമായിരുന്നു, ദർശനമേറെയില്ലായിരുന്നു. ആ കാലത്ത് ഒരിക്കലും അങ്ങനെയുള്ള സമയത്ത് ജനം ഇഷ്ടംപോലെ വചനവും ഇല്ല, ദർശനമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം ശമൂവേൽ ബാലനോട് നേരിട്ട് സംസാരിക്കുന്നത്. വളരെ ഇമ്പമായ ഒരു മൃദുസ്വരം ശമൂവേൽ കേട്ടു. ശമൂവേലേ, ശമൂവേലേ. ആ ശബ്ദം നല്ല ഉറക്കത്തിൽ കേട്ട് ശമൂവേൽ ചാടി എഴുന്നേറ്റ് ഓടിപ്പാഞ്ഞു പോകുന്നത് ഏലി പുരോഹിതന്റെ അടുക്കലേക്കാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, എന്നെ വിളിച്ചോ? ഏലി പുരോഹിതൻ നല്ല ഉറക്കത്തിൽ. അദ്ദേഹം പറഞ്ഞില്ല, മോനെ വിളിച്ചില്ല, നീ പോയി കിടന്നുറങ്ങിക്കൊള്ളുക. വീണ്ടും വന്ന് ഉറങ്ങാൻ കിടന്ന ശയ്യമേലായി തീർന്ന ശമൂവേലിനോട് ദൈവം പിന്നെ വിളിക്കുകയാണ്, ശമൂവേലേ, ശമൂവേലേ. ആ ശബ്ദം കേട്ട് പിന്നെയും ഏലി പുരോഹിതനടുത്തേക്കാണ് ഓടുന്നത്. ഇത് 1, 2, 3 പ്രാവശ്യം നടന്നു. 3-ാം പ്രാവശ്യം മുൻപ് ദൈവവുമായൊരു ബന്ധമുണ്ടായിരുന്ന, ഇപ്പം കണ്ണിന് കാഴ്ചയില്ലെങ്കിലും അമിത വണ്ണമുള്ള ആളുകൾ വേണ്ടുന്ന ഒരു ദൈവപ്രവൃത്തി ജീവിതം നടക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പായി, ബാലനോട് സംസാരിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. അതുകൊണ്ട് അവന് ഉപദേശം കൊടുത്തു, ബുദ്ധി ഉപദേശിച്ചു കൊടുത്തു, മോനെ, ഇനി നിന്നെ വിളിച്ചാൽ നീ എന്ത് പറയണം? യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. അന്നാണ് ശമൂവേൽ ദൈവത്തെ തിരിച്ചറിയുവാനിടയായത്. അതുമുതൽ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇടയായിത്തു. അടുത്തത് നാം കാണുന്നത് ഇങ്ങനെയാണ്: ദാൻ മുതൽ ബേർഷേബ വരെ ശമൂവേൽ ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനെന്ന് എണ്ണുവാൻ ഇടയായിത്തു. ഏലി പുരോഹിതനോടും തന്റെ മക്കളോടും ഉള്ള ദൈവിക സംസാരമെല്ലാം നിർത്തി. അതിന് കാരണം ഏലി പുരോഹിതൻ തന്റെ മക്കളെ ശാസിച്ചമർത്തുന്നില്ല. ദൈവനാമത്തിന് വിരോധമായി പ്രവർത്തിക്കുന്നുകൊണ്ട് ദൈവത്തെക്കാൾ അധികം ഇപ്പോൾ
ഏലി പുരോഹിതൻ ബഹുമാനിക്കുന്നത് തന്റെ മക്കളെയാ. അവിടെ നീ എന്നേക്കാൾ അധികം നിന്റെ മക്കളെ ബഹുമാനിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. തന്നെയല്ല അവർ ചെയ്യുന്ന തെറ്റുകൾക്ക് യാതൊരു ശിക്ഷയുമില്ല, ഒരു ശാസനയില്ല. ചെയ്ത തെറ്റുകൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ളതായ ഒരു നിർദ്ദേശമില്ല. ആൺമക്കളെ രണ്ടുപേരെയും കയറൂരി വിട്ടു. എന്നിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു, മക്കളെ, നിങ്ങളെക്കുറിച്ച് ഇസ്രായേൽ മക്കൾ പറഞ്ഞ് ഞാൻ കേൾക്കുന്ന ഈ കേൾവി നല്ലതല്ല. ഇപ്പൊ ഇസ്രായേൽ മക്കളെയാണ് കുറ്റം പറയുന്നത്. അവർ എന്നോടൊന്ന് പറഞ്ഞു എന്ന്. സ്തോത്രം. അങ്ങനെ വരുമ്പോൾ ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനായി ദാൻ മുതൽ ബേർശേബ വരെ ശമൂവേൽ അറിയപ്പെടുവാനിടയായിത്തു. പിന്നത്തേതിൽ ശമൂവേലിനെ കാണുന്ന ഏവർക്കും പേടിയാ. നിന്റെ വരവ് ശുഭമാണോ എന്നാ ചോദിക്കുന്നു. അതെ, ശുഭമാണ്. നാം പിന്നെ കാണുന്നത് ശമൂവേലിന്റെ സുദീർഘമായ ശുശ്രൂഷ കാലയളവാണ്. ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, ദൈവോന്മുഖമായി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരിക്കലും ശമൂവേൽ തിരിച്ചു നോക്കേണ്ടി വന്നിട്ടില്ല. അദ്ദേഹം വിവാഹിതനായി, മക്കളുണ്ടായി. എന്നാൽ അദ്ദേഹത്തിന്റെ മക്കൾ ഒരു പരാജയമായി മാറി. അദ്ദേഹം വൃദ്ധനായ ശേഷം ജനങ്ങൾ വന്നിട്ട് പറയാനിടയായി തീർന്നു, പ്രവാചക, നിന്റെ മക്കൾ നിന്റെ വഴി നടക്കുന്നില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞങ്ങൾക്കുള്ള എല്ലാ പ്രതീക്ഷയും പോയി. പ്രവാചകന്റെ മക്കൾ പ്രവാചകന്മാർ, പുരോഹിതന്മാരുടെ മക്കൾ പുരോഹിതന്മാർ. ഇപ്പൊ ഇതാ ഏലി പുരോഹിതന്റെ മക്കൾ രണ്ടും അസ്ഥാനത്ത് മരിച്ചുപോയി. ദൈവത്തിന്റെ പെട്ടകം എടുത്ത് അതിനോട് ബഹുമാനമില്ലാതെ ജീവിച്ചതുകൊണ്ട് അവർ രണ്ടുപേരും പെട്ടകവുമായി യുദ്ധത്തിന് പോയ സ്ഥലത്ത് വെച്ച് പെട്ടകവും നഷ്ടപ്പെട്ടു, അവരും നഷ്ടമായി. ആ വീട്ടിൽ വലിയ വിലാപം ഉണ്ടായി. യഹോവയുടെ മഹത്വം വിട്ടുപോയി എന്ന് പറഞ്ഞൊരു പാവം മരുമകൾ പ്രാണനെ വിട്ടു. അങ്ങനെ ദുരന്തങ്ങൾ മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ സകല പ്രതീക്ഷയും ശുശ്രൂഷകന്മാരിലും പ്രവാചകന്മാരിലും നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് അവർ തങ്ങളുടെ ബുദ്ധിയിൽ ഒരു ആലോചന ശമൂവേലിനോട് പറഞ്ഞു, ഞങ്ങൾക്കിനി പ്രവാചകന്മാരാരും ഞങ്ങളെ നടത്തണ്ട, ഞങ്ങളെ നിയന്ത്രിക്കണ്ട, ഞങ്ങളെ നടത്താനും ഞങ്ങളെ നിയന്ത്രിക്കാനും ഞങ്ങൾക്കൊരു രാജാവ് മതി. ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവല്ല, ആദ്യത്തെ രാജാവ്, ഇസ്രായേലിന്റെ രാജാവായിരുന്ന യഹോവയാം ദൈവം അവരെ തന്റെ ദാസന്മാരിൽ കൂടി നടത്തിയിരുന്നത് അവർക്ക് മതിയായി. ശുശ്രൂഷകന്മാരും അവരുടെ മക്കളും പാപം ചെയ്ത നിമിത്തം അവർ ജീവനുള്ള ദൈവത്തെ ത്യജിക്കുവാനിടയായി തീർന്നു. അങ്ങനെ അവർ ഒരാവശ്യം ശമൂവേലിന്റെ മുമ്പിൽ വെച്ചതാണ്, ഞങ്ങൾക്കൊരു രാജാവിനെ, മറ്റു ജാതികളുടെ ഇടയിൽ രാജാക്കന്മാരുണ്ടല്ലോ, ഞങ്ങൾക്കൊരു രാജാവിനെ തരണം. അത് കഴിഞ്ഞ് ഒരു ഫെയർവെൽ നടക്കുക, ഒരു യാത്രയപ്പ് യോഗം. അത് ശമൂവേലാണ് വിളിച്ചു കൂട്ടിയത്. ആ യാത്രയപ്പ് കൂട്ടത്തിൽ ശമൂവേൽ വികാരനിർഭരമായി പറയുന്ന ചില വാചകങ്ങളുണ്ട്. നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾ ദൈവത്തെ തള്ളിക്കളഞ്ഞു. അത് ദൈവം കൊടുത്ത മറുപടി, ശമൂവേലെ, നീ എന്തിനാ വിഷമിക്കുന്നത്? അവർ നിന്നെയല്ല എന്നെ തള്ളിക്കളഞ്ഞത്. ഇതെല്ലാം കഴിഞ്ഞ ശമൂവേൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നോക്കൂ, ഞാൻ നിങ്ങളുടെ ശുശ്രൂഷിച്ചു, ചെറിയ ബാലകനായിരുന്നു. അന്ന് എനിക്ക് ദൈവത്തെ അറിയത്തില്ലായിരുന്നു. എന്റെ അമ്മയുടെ താല്പര്യപ്രകാരം വക്രതയും കോട്ടവും നമ്മുടെ തലമുറയിൽ പാപം നിറഞ്ഞ തലമുറയിൽ എന്റെ അമ്മയൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, ദൈവമേ, ആശയറ്റവളായി മനമൊരുകി ആരാധനയ്ക്ക് പ്രാർത്ഥനയ്ക്കായി ദൈവം പാകെ കടന്നു വരുന്ന ഞങ്ങൾക്ക് സമാധാനം ആശ്വാസം ലഭിക്കുന്നില്ല. ഇവിടെ നീ എനിക്കൊരു പുരുഷപ്രജയെ തരികയാണെങ്കിൽ സകലർക്കും ആശ്വാസമായി തീർന്നൊരു സുവിശേഷകനായിട്ട് ഒരു പുരോഹിതനായി ഞാൻ അവനെ തന്നേക്കാം, എന്റെ മകൻ അങ്ങനെ ചെയ്തോളൂ എന്ന് തീരുമാനമെടുത്ത് നേർച്ച നേർന്നു. ആ നേർച്ചയുടെ ഫലമായിട്ടാണ് ശമൂവേലിനെ ലഭിക്കുന്നത്. അമ്മ ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മോനെ, വല്ലാത്ത ലോകത്തൊരു വല്ലാത്ത സാഹചര്യത്തിലാണ് ഞാൻ നിന്നെ ചോദിച്ചു വാങ്ങിയത്. അതുകൊണ്ട് നീ ഈ ജനത്തിന് അനുഗ്രഹമായിരിക്കണം. ജീവനുള്ള ദൈവത്തിന്റെ അരുളപ്പാട് നീ വാങ്ങിക്കൊടുക്കുന്നതിനായിരിക്കണം. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയായി, ഏകാഗികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്ന, മക്കളില്ലാത്തവർക്ക് ആശ്വാസമാകുന്ന ഒരു യഥാർത്ഥ പുരോഹിതനായി നീ മാറണമെന്ന് പറഞ്ഞാണ്
അപ്പൊ അതായിരുന്നു ശമൂവേലിന്റെ ബൈബിൾ ക്ലാസ്. പക്ഷെ ദൈവത്തെ തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ട് ശമൂവേൽ ആ വാചകങ്ങൾ തന്റെ മരണപര്യന്തം, ജീവപര്യന്തം അദ്ദേഹം അത് അനുഷ്ഠിപ്പാനിടയായിത്തുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ മക്കൾ ആ ഭാഗത്ത് വന്നില്ലെങ്കിലും അദ്ദേഹം അതിന് പുറത്തു പോയില്ല. അതുകൊണ്ട് വിളിച്ചെന്ന് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരു കഴുതയാകട്ടെ, ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും വെള്ളിയാകട്ടെ മോഹിച്ചിട്ടുണ്ടോ, ഞാൻ എടുത്തിട്ടുണ്ടോ? എനിക്ക് ന്യായമായി ഒരു ദൈവിക ശുശ്രൂഷ ലഭിക്കേണ്ടതായ ശുശ്രൂഷ എന്നുള്ളത് ലഭിക്കുന്നതല്ലാതെ മറ്റെന്തെങ്കിലും ഞാൻ അധികപ്പറ്റ് നിങ്ങളിത് വാങ്ങിയോ? ഇതെല്ലാം ശമൂവേൽ അവരോട് ചോദിച്ചപ്പോൾ അവർ കൈയടിച്ച് പറഞ്ഞില്ല, ഈ ഭാഗത്ത് ഞങ്ങൾ പറഞ്ഞു നീ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ നിന്നെ മതി, നിന്റെ മക്കളെ വേണ്ട, ഇനി വേറെ നമ്മുടെ രാജാവിനെ മതി. പ്രിയമുള്ളവരെ, ഇന്ന് ഇതിനോട് തുലനം ചെയ്തു പോകുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അങ്ങനെ ദൈവത്തെ അറിയാതെ അവര് ശമൂവേൽ പാലനം ചെയ്തുവെങ്കിൽ ഇന്നും അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, ദൈവത്തെ അറിഞ്ഞ് കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ നമ്മെ സഹായിക്കട്ടെ. ഞാൻ എൻ്റെ സെൻട്രൽ പാസ്റ്ററായ ശുശ്രൂഷകനായ പാസ്റ്റർ ടി സി ജോഷു അവറുകൾ അദ്ദേഹം നിത്യത്തിൽ വിശ്രമിക്കുന്നു. ആ പ്രിയ പിതാവ് എന്നോട് പറഞ്ഞതാണ്, മകനെ, ദൈവം വിളിച്ചിറങ്ങിയ ആളുകൾ ഒത്തിരി പേരുണ്ട്. ദൈവമാണ് അവരെ വിളിച്ചത്, വേലയ്ക്ക് വേണ്ടി വിളിച്ചത്. അവർ മറ്റുള്ളവരോട് കണക്ക് പറയുകയില്ല, മറ്റൊരു ഭാഗം ആവശ്യം പറയാറില്ല, ചോദിക്കാറില്ല. അവരുടെ ആവശ്യങ്ങളും താല്പര്യങ്ങളെല്ലാം ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവർ പ്രാപിക്കും. അത് തങ്ങൾക്കും തങ്ങളുടെ കുടുംബത്തിനും സന്താരണത്തിനും മറ്റൊരു കൊടുക്കാനൊക്കെ അത് മതിയാകും. അത് ദൈവം വിളിച്ചിറക്കിയവരുടെ സ്വഭാവ വിശേഷതയാണ്, പ്രത്യേകതയാണ്. എന്നാൽ ദൈവമേ എന്ന് വിളിച്ചിറങ്ങിയ ഒത്തിരി പേരുണ്ട്. ഈ ദൈവം വിളിച്ചിറങ്ങിയവരെക്കാളും അധികം പേര് ദൈവമേ എന്ന് വിളിച്ചിറങ്ങിയവരാണ്. അവരെല്ലാവരോടും ചോദിക്കും, തരാൻ പറയും, ആവശ്യങ്ങൾ പറയും, സ്ഥാനത്തും അസ്ഥാനത്തും എല്ലാം അവര് ദൈവത്തെ കുറ്റം പറയും. അത്യാവശ്യം വന്നാൽ ഈ വേല വിട്ടുപോവുകയും ചെയ്യും. കാരണം പൗലോസ് പറഞ്ഞത്, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളുമുണ്ട്. സ്തോത്രം. യിരെമ്യാ പ്രവാചക പുസ്തകം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുക. യിരെമ്യാ പ്രവാചക പുസ്തകം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഹല്ലേലൂയ. സ്തോത്രം. യിരെമ്യാ 2:8. എവിടെയെന്ന് പുരോഹിതന്മാർ അന്വേഷിച്ചില്ല, യഹോവ എവിടെയെന്ന് പുരോഹിതന്മാർ അന്വേഷിച്ചില്ല, ന്യായപ്രമാണജ്ഞന്മാർ എന്നെ അറിഞ്ഞില്ല. സ്വർഗത്തിലെ ദൈവം പറയാം, ന്യായപ്രമാണജ്ഞന്മാർ, അതായത് ശാസ്ത്രിമാർ തങ്ങളുടെ എഴുത്തുകോൽ കൊണ്ട് വ്യാജം എഴുതിയെന്നാ കർത്താവ് പറഞ്ഞു. അപ്പൊ ന്യായപ്രമാണജ്ഞർ, അതിനകത്ത് പ്രാവീണ്യം നേടിയവർ എന്നെ അറിഞ്ഞില്ല. ഇടയന്മാർ എന്നോട് അതിക്രമം ചെയ്തു. അടുത്ത ഇടയ ശുശ്രൂഷ, അവരോ എന്നോട് അതിക്രമം ചെയ്തു. പ്രവാചകന്മാർ ബാൽ മുഖാന്തരം പ്രവചിച്ചു. പുതിയ നിയമത്തിൽ പറയപ്പെട്ട ശുശ്രൂഷക്രമെല്ലാം പഴയ നിയമത്തിൽ വീഴുക. അവിടെ പറയാണ്, പ്രവാചകന്മാർ ബാൽ മുഖാന്തരം പ്രവചിച്ചു. ദൈവിക ആലോചന ചോദിക്കാതെ അവർക്ക് അവരുടെ പിതാക്കന്മാർ പണ്ട് മിസ്രൈമിൽ ആരാധിച്ചു വന്ന ബാൽ, കാള, ആ ദൈവ മുഖാന്തരമാണ് പ്രവചനമെല്ലാം. സ്തോത്രം. ഇന്നും ഒരു നല്ല ശതമാനം ആളുകളുടെയും കയ്യിൽ ഈ പരിപാടിയൊക്കെ കയ്യിലുണ്ട്. ഏലസുമായി നടക്കുന്നവർ, ചന്ദനത്തിരിയുമായി നടക്കുന്നവർ, അവരുടെ ബാഗിനകത്തോ സൂട്ട്കേസിനകത്തോ ഇതര ദൈവങ്ങളുടെ കലണ്ടർ പടങ്ങളുമായി നടക്കുന്നവർ, തുളസിയില, ഇതര പൂവും ഇതര കാര്യങ്ങളുമായി നടക്കുന്നവർ, ഇവരെല്ലാം പ്രവചിക്കുകയും ഭൂതമറുക്കുകയും അത്ഭുത രോഗശാന്തിയൊക്കെ നടത്തുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, എന്റെ ശ്രോതാക്കൾ എന്താ ഇങ്ങനെ കൃത്യമായി പറഞ്ഞത്? ഇതെല്ലാം കണ്ടതുകൊണ്ടാണ് പറഞ്ഞത്. ഇങ്ങനെ പലരെയും അവരുടെ ചെയ്തികളുമായി പിടിക്കുവാൻ, കണ്ടെത്തുവാൻ ഇടയായതുകൊണ്ടാണ് പറഞ്ഞത്. കയ്യിലേലസ് കെട്ടി, അരയിലേലസമായി, ബ്രീഫ് കേസിനകത്ത് കൊന്ത ഉൾപ്പെടെ കുരിശു ഉൾപ്പെടെ നടക്കുന്നവർ, ഇവരെല്ലാം ശുശ്രൂഷകർ, ഇവരെല്ലാം യേശുവിന്റെ നാമമാണ് പറയുന്നത്.
അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് പ്രവാചകന്മാർ ബാൽ മുഖാന്തരം പ്രവചിച്ചു. ബാൽ മുഖാന്തരം പ്രവചിച്ചു, പ്രയോജനമില്ലാത്തവയോട് ചേർന്ന് നടന്നു. എന്നിട്ടോ പ്രയോജനമില്ലാത്തത് എന്തെല്ലാം ഉണ്ടോ അതിനോട് ചേർന്ന് നടന്നു. ഇന്നും കുരിശിനോടും മാതാവിനോടും പുണ്യവാളന്മാരോടും ഇതര കാര്യാദികളോടും എല്ലാം ചേർന്ന് നടക്കുന്ന എത്ര പേരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ദൈവത്തെ അറിയാത്തവരെ കുറിച്ച് പ്രവാചകൻ മുഖാന്തരം, യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം ദൈവം അരുളി ചെയ്യുന്ന കാര്യം. ഇവർക്ക് വല്ലതും അറിയാമോ? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് പറഞ്ഞ് എണ്ണ തലയിൽ ഒഴിച്ചു വിടുന്ന പാർട്ടികൾ, എണ്ണ തേച്ച് പരിശുദ്ധാത്മാവിനെ നൽകുന്നവർ, ഊതിയും ഊന്തിയും തള്ളിയിടുന്നവർ, കസേരയെ ഉയർത്തി നടക്കുന്നവർ, ഏതെല്ലാം തരത്തിൽ വേണം. ഇവർക്ക് ഇത് വല്ലതും അറിയാമോ? അതുപോലെ യിരെമ്യാവ് 2-ാം അധ്യായത്തെ 8-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. ഇന്നേക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ സ്പഷ്ടമായി വിളിച്ചു പറയുകയാണ്, യഹോവ എവിടെയെന്ന് പുരോഹിതന്മാർ അന്വേഷിച്ചില്ല. സ്തോത്രം. അവർ ചോദിക്കുന്നില്ല യഹോവ എവിടെ. കാരണം ഇന്ന് അത് ചോദിക്കേണ്ട കാര്യമില്ല. സ്കൂൾ നടത്തിയും ആശുപത്രി നടത്തിയും അങ്ങനെ ഇങ്ങനെയും കണക്കില്ലാത്ത പണം കയ്യിലുണ്ട്. അന്ന് പത്രോസും യോഹന്നാനും പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ പക്കലുള്ളത് നിനക്ക് തരുന്നു, ഞങ്ങളെ നോക്കേ. അതുകൊണ്ട് അന്ന് മുടന്തൻ ഓടി കടന്നു, ഭൂതങ്ങൾ അല്ലറി ഓടി. ഇന്നും മുടന്തന്മാർക്കൊരു കുറവില്ല, ഭൂതങ്ങളാണ് കൂടുതല. ഇതൊന്നും വിട്ടുപോകുന്നില്ല. കാരണം മറ്റൊന്നിനേക്കാൾ ദൈവകൃപയേക്കാൾ കൂടുതൽ കരങ്ങളിലുള്ള ഇതൊക്കെ ആയതുകൊണ്ടാണ്. സ്തോത്രം. അതുകൊണ്ട് പ്രവാചകന്മാർ അല്ല പുരോഹിതന്മാർ യഹോവ എവിടെയെന്ന് അന്വേഷിച്ചില്ല. യഹോവ എവിടെയെന്ന് അന്വേഷിച്ചില്ല. യഹോവ എവിടെന്ന് അന്വേഷിച്ച ഒരാളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എലീശയാണ്. ഏലിയാവിന്റെ സന്തസഹചാരിയായിരുന്ന എലീശ ഏലിയാവിനോട് കൂടെ നടന്നു. ഏലിയാവ് അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി, മോനെ നീ ഇവിടെ നിന്നോ, ബഥേലിൽ നിൽക്ക്, ഗിൽഗാലിൽ നിൽക്ക്, എന്നെ ദൈവം മുന്നോട്ട് അയക്കുക. എലീശ പറഞ്ഞു, എന്നാണ് നിന്നാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടത്തില്ല. എനിക്ക് ഈ 50 പേരുള്ള ബൈബിൾ സ്കൂൾ വേണ്ട, അടുത്ത സ്ഥലത്തെ 50 വേണ്ട. അങ്ങനെയാണെങ്കിൽ 150-150ഓളം പേരെ ഉള്ളൊരു ബൈബിൾ സ്കൂളിന്റെ പ്രിൻസിപ്പളാക്കി അല്ലെങ്കിൽ രജിസ്ട്രാറാക്കി ഫുൾ ചുമതല കൊടുത്തതാ. പറഞ്ഞു എനിക്കത് വേണ്ട. അങ്ങനെ വന്നപ്പോഴാണ് പറഞ്ഞു, നിനക്ക് എന്തോ വേണം? എനിക്ക് ഇരട്ടി പങ്ക് വേണം. പക്ഷെ നീ ചോദിച്ച കാര്യം ലഭിക്കും, പക്ഷെ കിട്ടാൻ ഇച്ചിരി പാടാ. എന്നെ എടുക്കുന്നത് നീ കാണുകയാണെങ്കിൽ കിട്ടും. ഓക്കെ. എലീശ പുറകെ നടക്കുക. അങ്ങനെ അവർ പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്, എന്നെ ദൈവം യോർദാൻ അക്കരെ അയച്ചിരിക്കുന്നു. ആകട്ടെ, നീ പൊക്കെ ഞാൻ വരിക. യോർദാന്റെ കരയിൽ ചെന്ന ഏലിയാവ് ചെയ്തത് തന്റെ തോളിൽ കിടന്ന് പുതപ്പെടുത്ത് മടക്കി അടിച്ചു. ചോദ്യമൊന്നും ഉണ്ടായില്ല. പുതപ്പെടുത്ത് മടക്കി അടിച്ചു. യോർദാനിലെ വെള്ളം 2ആയി പിരിഞ്ഞു. ഏലിയാവും എലീശയും മറുകര കിടന്നു. അവിടെ നിന്ന് ഏലിയാവിനെ ദൈവം അഗ്നിരഥങ്ങളിൽ ഉയരങ്ങളിലേക്ക് സ്വർഗങ്ങളിലേക്ക് എടുത്തപ്പോൾ എലീശ മടങ്ങി വരിക. അങ്ങോട്ട് വരുമ്പോൾ ഗുരു ഉണ്ടായിരുന്നു, പുറകെ നടന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ ഗുരു മാറ്റപ്പെട്ടു. ആകെയുള്ളത് കിട്ടിയത് അദ്ദേഹത്തെ എടുക്കുമ്പോൾ താഴേക്ക് വീണ ഇട്ടുകൊടുത്ത കൈമാറി കിട്ടിയ പുതപ്പ് മാത്രം തോളയിലുണ്ട്. യോർദാന്റെ വൻകരയിലേക്ക് എത്തിയിട്ട് ആ പുതപ്പെടുത്ത് മടക്കി വലിച്ചടിച്ചെന്ന് ചോദിച്ചു, ഏലിയാവിന്റെ ദൈവം എവിടെ? ദൈവം പറയാണ്, ഇന്ന് പ്രവാചകന്മാർ അല്ലെങ്കിൽ പുരോഹിതന്മാർ ചോദിക്കുന്നില്ല, ദൈവം എവിടെ ചോദിക്കുന്നില്ല. അന്ന് ചോദിച്ചു എലീശ ചോദിച്ചു, ഏലിയാവിന്റെ ദൈവം എവിടെ? ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് ദൈവം പറഞ്ഞു, ഏലിയാവിന്റെ ദൈവം ഇവിടെ ഉണ്ട്. ഏലിയാവിന്റെ ദൈവം ഇവിടെ ഉള്ളത് എന്താ തെളിവ്? അങ്ങോട്ട് പോയപ്പോൾ യോർദാൻ വഴിമാറിയതുപോലെ ആ അടിയോടും ചോദ്യത്തോടും കൂടി യോർദാൻ 2ആയി വിഭജിക്കപ്പെടുകയാണ്. സ്തോത്രം. എലീശയ്ക്ക് മനസ്സിലായി ഏലിയാവിന്റെ ദൈവം ഇവിടെയും എവിടെയും ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു വിശ്വാസം, അങ്ങനെ ഒരു പ്രവൃത്തി
ഇന്ന് അന്നത്തെ പുരോഹിതന്മാർ, യിരെമ്യാവിന്റെ കാലത്തെ പുരോഹിതന്മാർ കാണിച്ചില്ല. അതുകൊണ്ട് ദൈവം അവരോട് പറയുകയാണ്, ദൈവം എവിടെയെന്ന് പുരോഹിതന്മാർ ചോദിക്കുന്നില്ല. ഇന്നും അത് തന്നെയാണ്. ദൈവം എവിടെയെന്ന് പുരോഹിതന്മാർ ചോദിക്കുന്നില്ല, വിശ്വാസികൾ ചോദിക്കുന്നില്ല, കുടുംബത്തിൽ ചോദിക്കുന്നില്ല, സമൂഹത്തിൽ ചോദിക്കുന്നില്ല. വ്യക്തിപരമായും കുടുംബമായും സഭയായും സെന്ററായും സെക്ഷനായും അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റായും ചോദിക്കുന്നില്ല. അതുകൊണ്ട് കൗൺസിലിൽ ചോദിക്കുന്നില്ല, പ്രാദേശിക അല്ലെങ്കിൽ സംസ്ഥാന തലങ്ങളിലുള്ള കൗൺസിലിൽ ചോദിക്കുന്നില്ല, സഭയില്ലാത്തതുകൊണ്ട് ജനറൽ തലങ്ങളിൽ ചോദിക്കുന്നില്ല. അതുകൊണ്ട് കോടതി വ്യവഹാരങ്ങൾ കൂടി സ്തോത്രകാഴ്ചയും ദശാംശവും നിർബന്ധ പിരിവുമായി ലഭിക്കുന്ന പണത്തിലാണ്. നല്ല പങ്ക് ഇപ്പോൾ വക്കീലന്മാരാണ്, അഡ്വക്കേറ്റന്മാരുടെ ഓഫീസുകളും ഗുമസ്തന്മാരും കോടതിയും അനുഭവിക്കുകയാണ്. അവിടെ ശുശ്രൂഷ വിരമിച്ചതായ ശുശ്രൂഷകന്മാർ ഇന്നും വാടക വീടുകളിൽ, പെൻഷനില്ല. കിട്ടുന്ന പണമെല്ലാം കോടതി വ്യവഹാരത്തിന് പോയാൽ പിന്നെ എങ്ങനെ ഉണ്ടാകുന്നത്? കർത്താവ് പറയാണ്, പുരോഹിതന്മാർ ചോദിക്കുന്നില്ല ദൈവം എവിടെയെന്ന്. തന്നെയല്ല, അടുത്തത് ന്യായപ്രമാണജ്ഞന്മാർ. ദൈവമായ കർത്താവ് അബ്രഹാം പിതാവ് ധനവാനോട് പറഞ്ഞൊരു കാര്യമാണ്. ധനവാന്റെ റിക്വസ്റ്റ് ഇങ്ങനെയായിരുന്നു, ഈ ലാസറിനെ എന്റെ ഭവനത്തിലേക്ക് ഒന്ന് അയക്കണമേ. അതിന് ധനവാൻ കൊടുത്ത മറുപടി ഇതാണ്, അവിടെ അവർക്ക് ന്യായപ്രമാണവും പ്രവാചകന്മാരും ഉണ്ടല്ലോ. ന്യായപ്രമാണം പറഞ്ഞു കൊടുക്കേണ്ടത് അവിടുണ്ട്, പ്രവാചകന്മാരും അവിടുണ്ട് എന്ന് മുകളിൽ നിന്ന് ശബ്ദമുണ്ടായപ്പോൾ ഇവിടെ ഭൂമിയിലുള്ള ന്യായപ്രമാണത്തിനെ കുറിച്ച് പറയാണ്, അവർ നഗ്നരായിരിക്കുക. ന്യായം പ്രമാണം വിശദീകരിച്ചു കൊടുക്കേണ്ടവർ, കുരിശും വരച്ച് കുമ്പസാരിപ്പിച്ച് കുർബാന കൊടുത്ത് കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തി, മാമോദിസപ്പെടുത്തി പറഞ്ഞ് 3 പ്രാവശ്യം വെള്ളം തെളിപ്പിച്ച്, പിന്നെ ആണ്ടോടാണ്ട് യേശുവിനെ ജനിപ്പിച്ചു ഉയർപ്പിച്ചും പെന്തിക്കോസ്തി പെരുന്നാൾ നടത്തി, പള്ളിപ്പെരുന്നാൾ നടത്തി, റാസ നടത്തി, നേർച്ച കൊടുത്ത്, കോഴിയെ വെട്ടി, ഇതൊരു കൂട്ടർ ചെയ്യുമ്പോൾ CSI മർത്തോമാക്കാർ അത്രയും ചെയ്യുന്നില്ലെങ്കിലും അതിന് തത്തുല്യമായിട്ട് ഏറെക്കുറെ അവരും ചെയ്യുന്നു. യാക്കോബായ, കത്തോലിക്ക, ഓർത്തഡോക്സ് പള്ളികളിൽ ഇമാതിരി പ്രവൃത്തി നടക്കുമ്പോൾ CSI മർത്തോമക്കാര് കോഴി വെട്ടുന്നില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ മദ്ബഹായും, ചിലർക്ക് തിരശീലയും കുട്ടികളെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ തന്നെ വെള്ളമൊഴിച്ച്, ജ്ഞാനസ്നാനം എന്ന് പറഞ്ഞ് വെള്ളമൊഴിപ്പിച്ച് അവർക്ക് പിന്നെ കുമ്പസാരിപ്പിക്കുന്ന ചിലർ, കുർബാനയും കൊടുത്ത് നടക്കുന്നത് എന്തറിഞ്ഞിട്ടാ? പ്രമാണം, മാനസാന്തരം, രക്ഷ, സ്നാനം, വീണ്ടും ജനനം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ആത്മാവിനസത്തിലെ ആരാധന, അപ്പം നുറുക്ക്, തുടർമാനമായുള്ള ഉപവാസവും പ്രാർത്ഥനയും ആരാധനയും, ക്രിസ്താവിന്റെ വരവിന് വേണ്ടിയുള്ള ഒരുങ്ങി പാർക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല. പലപ്പോഴും ഇന്ന് നവമാധ്യമങ്ങളിൽ കുപ്പായധാരികളായി വന്ന് പെന്തക്കോസ്ത് അനുഭവത്തിലുള്ളവരെയും ശുശ്രൂഷകരെയും അവഹേളിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഓർത്തഡോക്സ് തലേ തൊപ്പി വെച്ചൊരു പുരോഹിതൻ പറഞ്ഞു, ഈ പെന്തക്കോസ്തുകാർ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുന്നില്ല, എന്തോ ഒരു അക്രമമാണെന്ന്. സ്നാനം എന്താണെന്ന് തൊപ്പി വെച്ച ആൾക്കറിയാവൂ. അദ്ദേഹത്തെ കുറിച്ചും പറഞ്ഞത് ന്യായപ്രമാണം വിശദീകരിച്ചു കൊടുക്കേണ്ട ഒരാൾ, ന്യായപ്രമാണം ഇല്ലാത്തതാണ് അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കുന്നത്. പരിഹസിച്ചതല്ല, ഇതാ നടക്കുന്നത്. അതുകൊണ്ട് പുരോഹിതൻ ചോദിക്കുന്നില്ല, ന്യായപ്രമാണജ്ഞർ ചോദിക്കുന്നില്ല. അടുത്ത് പറയുന്നു, ഇടയന്മാർ, നടത്തിപ്പുകാർ, മൂപ്പന്മാർ, ഇടയന്മാർ എന്നോട് അതിക്രമം ചെയ്തു. ക്രമമല്ലാത്തല്ല ഇടയന്മാർ ചെയ്യുക. വിശദീകരിക്കുന്നില്ല. പിന്നെ പ്രവാചകന്മാർ ബാൽ മുഖാന്തരം പ്രവചിച്ചു. മറ്റുള്ള ദുരാത്മാവിലാണ് പ്രവചനം മുഴുവൻ. എന്നിട്ടോ ഇവരെല്ലാം പ്രയോജനമില്ലാത്തതിനോട് ചേർന്ന് നടക്കുക.
അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ കണ്ണുനീരോടും ബഹുകഷ്ടതയോടും കൂടെ നിങ്ങളോട് കൂടിയിരുന്ന് പറഞ്ഞതെല്ലാം വീടാന്തരം നടന്ന് പറഞ്ഞതെല്ലാം നിങ്ങൾ ഓർക്കുന്നില്ലയോ? പ്രയോജനമുള്ളതൊന്നും ഞാൻ മറച്ചു വെച്ചില്ല. സ്തോത്രം. സാധു കൊച്ചു കുഞ്ഞുപദേശി, മഹാകവി കെ.വി. സൈമൺ, ഇവരെല്ലാവരും ഇവർ രണ്ടുപേരും സ്നാനപ്പെട്ടവരാണ്. മർത്തോമക്കാരായിരുന്നു. മഹാകവി കെ.വി. സൈമൺ സാറും സാധു കൊച്ചു കുഞ്ഞുപദേശിയും സ്നാനപ്പെട്ടു എന്നറിഞ്ഞ് അന്നത്തെ മർത്തോമ ഭരണകൂടം ഇവരെ രണ്ടുപേരെ വിസ്തരിക്കാൻ വിളിച്ചു. ഒറ്റയ്ക്കൊറ്റയ്ക്ക. സാധുവിനെ വിളിച്ചപ്പോൾ സാധു കൊച്ചുപദേശി അദ്ദേഹത്തിന്റെ പേര് പോലെ സാധുവായതുകൊണ്ട് അന്നത്തെ വലിയ മെത്രോപോലിത്ത എന്ന് പറഞ്ഞ ആളുടെ തിട്ടൂരം കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇനി സ്നാനപ്പെട്ടതിരിക്കട്ടെ, മർത്തോമാക്കാരുടെ കൂട്ടായ്മയിലും പള്ളികളിലും പ്രസംഗിക്കണമെങ്കിൽ മേലാൽ വിശ്വാസികളുടെ വിശ്വാസ സ്നാനത്തെ കുറിച്ച് പറയരുത്. നമ്മളെ പള്ളിയിൽ ചെയ്യുന്ന മാമോദിസ അവർ വിട്ടോളും, അവരുടെ കൊച്ചിന് കൊടുത്തോളും. സ്നാനം എന്ന വിഷയം പറയരുത്, ബാക്കി മുഴുവൻ പറഞ്ഞോണം. മദ്യപിക്കരുത്, പുകവലിക്കരുത്, രക്ഷിക്കപ്പെടണം, ഇത്രയും പറഞ്ഞാൽ മതി, ബാക്കിയൊന്നും പറയണ്ട. സാധുവായ മനുഷ്യൻ അത് ഏറ്റെടുത്തു. അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുവിൽ അദ്ദേഹത്തിന്റെ മരണക്കിടക്കയിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. അദ്ദേഹം വളരെ ചെറിയ ശബ്ദത്തിൽ പിറുപിറുക്കുന്നുണ്ട്, ഏതൊക്കെയോ പറയുന്നു. അടുത്തൊന്ന് ചെവി കൊടുത്ത ഒരാൾ കേട്ടത് ഇങ്ങനെയാണ്, പ്രയോജനമുള്ളത് ഭയന്ന് ഞാൻ മറച്ചു വെച്ചു. പ്രയോജനമുള്ളത് ഭയന്ന് ഞാൻ മറച്ചു പ്രസംഗിച്ചു എന്ന്. മനസാക്ഷി അദ്ദേഹത്തെ കുത്തുവാൻ തുടങ്ങി. മറുകരയ്ക്ക് പോകാൻ തുടങ്ങുക. എവിടെ എത്തിയെന്ന് നമുക്കറിയത്തില്ല, ദൈവത്തിനെ അറിയത്തുള്ളൂ. അദ്ദേഹത്തിന്റെ ശവകൂടീരത്തിൽ ഏതാണ്ടൊക്കെ എഴുതി വെച്ചെന്നാണ് കേൾക്കുന്നത്. കൂടാരം വിട്ട് പറന്നുപോയി എന്നൊക്കെയാ എഴുതിയിരിക്കുന്നത്. അത് അദ്ദേഹം എഴുതിയതല്ല, ആരാണ്ടൊക്കെ എഴുതി വെച്ചത്. എന്തുവാകട്ടെ, അദ്ദേഹം പറഞ്ഞ മരണത്തിൽ മരിക്കുന്നവർ പറഞ്ഞത് ഇങ്ങനെയാണ്, സ്തോത്രം, ഞാൻ പ്രയോജനമുള്ളത് മറച്ചു വെച്ചു, ഭയന്ന് മറച്ചു വെച്ചു, പ്രസംഗിച്ചില്ല. ഇവിടെ ഇതാ പൗലോസ് അപ്പോസ്തലൻ, ഞാൻ പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ വീട് തോറും കയറിയിറങ്ങി നിങ്ങളോട് പ്രസംഗിച്ചത് നിങ്ങൾ മറന്നുപോയോ? ബഹു കഷ്ടതയും കണ്ണുനീരോടും കൂടെ. സ്തോത്രം. യിരെമ്യാവ് പറയാണ്, അവര് പ്രയോജനമില്ലാത്തവയോട് ചേർന്ന് നടന്നു. അതുകൊണ്ട് ഞാൻ ഇനിയും നിങ്ങളോട് വ്യവഹരിക്കും. അതുകൊണ്ട് ദൈവം പറയാണ്, ഞാൻ നിങ്ങളോട്. അപ്പൊ അറിയാതെ നടക്കുന്ന, അറിയാതെ പ്രസംഗിക്കുന്ന ആളുകൾ ഇത് തന്നെയല്ലേ കർത്താവിന്റെ അടുക്കൽ വന്നതായ മനുഷ്യനോട് കർത്താവ് പറഞ്ഞു, നീ വീണ്ടും ജന്മം പ്രാപിക്കും. അദ്ദേഹം എന്നാ പറഞ്ഞത്? അതിനെക്കുറിച്ച് അറിയാതിരുന്ന മനുഷ്യൻ നിക്കോദീമോസ് പറയുകയാണ്, കർത്താവെ, ഇനിയെ ഞാൻ അങ്ങനെ അമ്മയുടെ ഉദരത്തിൽ കയറി, ഇപ്പൊ തന്നെ വയസ്സനായല്ലോ, കാരണം നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായെന്നിട്ടും അറിയുന്നില്ലയോ? അദ്ദേഹം ഉപദേഷ്ടാവാണ്. അന്ന് കാലത്ത് ഇസ്രായേൽ മക്കളെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ വീണ്ടും ജന്മം എന്നുള്ളത് തിരുവചനത്തിലെ ആധികാരികമായ, തിരുവചനത്തിലെ ഏറ്റവും കാതലായ, പ്രസക്തമായ ഒരു സന്ദേശം അദ്ദേഹം പ്രാപിച്ചിട്ടില്ല, മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുമില്ല. എന്നാൽ ഇന്ന് വ്യത്യസ്തമാണ്. ഇന്ന് സാമുദായിക പള്ളികളിലെ ശുശ്രൂഷക്കാരായിരിക്കുന്ന വൈദികരിൽ നല്ലൊരു പങ്കും സ്നാനപ്പെട്ടവരാണ്. അവർ പുരോഹിതന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നാനപ്പെട്ടതല്ല. കുപ്പായം അഴിച്ചു വെച്ച് പമ്പയാർ തുടങ്ങി കിട്ടിയ ആറുകളിലും ടാങ്കുകളിലും ഒക്കെ സ്നാനപ്പെട്ടവരാണ് നല്ല ശതമാനം പേര്, അവരുടെ ഭാര്യമാരും. എന്നാൽ അവർ കൂടി നടക്കുന്ന, അവരുടെ ഉൾപ്പെട്ട് നിൽക്കുന്ന പള്ളികളിൽ പറയും പാടില്ല എന്ന്. അങ്ങനെ പറഞ്ഞൊരു കോർപ്പിസ്കോപ്പായി എനിക്കറിയാം. ഒത്തിരി പേരെ അറിയാം, ഒരാളെ പറയാം. അദ്ദേഹത്തിന് എവിടെയെങ്കിലും പെന്തക്കോസ്തുകാരെ കണ്ട വലിയ ബുദ്ധിമുട്ടാണ്.
പ്രത്യേകിച്ച് വിവാഹ ശുശ്രൂഷയിൽ ഏതെങ്കിലും പെന്തക്കോസ്തുകാരെ കണ്ടാൽ അദ്ദേഹം പ്രസംഗത്തിന്റെ റൂട്ടെ മാറ്റും, ഗതി മാറ്റും. എന്നിട്ട് വിളിച്ചു പറയും, ഇന്നിവിടെ കെട്ടുന്നതായ ഈ മിന്ന് പറിച്ചു പോകാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇത് കെട്ടാതിരിക്കുക നല്ലതെന്ന്. കാരണം ആ വിവാഹത്തിൽ ചെന്നതിൽ പെന്തക്കോസുകാരുണ്ടെങ്കിൽ ഒന്നുകിൽ ആ ചെറുക്കന്റെ അല്ലെങ്കിൽ പെണ്ണിന്റെ ബന്ധുമിത്രാദികൾ ആരെങ്കിലും ആയിരിക്കും, ഇല്ലേ ആ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന പരിചയപ്പെട്ട പാസ്റ്റർമാരായി ചെന്ന് നിൽക്കുന്നത്. ഞാൻ നിന്നപ്പോൾ ഈ കോറപ്പിസ്കോപ്പ വളരെ ശക്തമായി പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ ഇറങ്ങിപ്പോയ പള്ളിയിൽ പിന്നെയും ആ വിവാഹം ചെന്നുവെങ്കിൽ അന്ന് വിവാഹം കഴിക്കുന്ന ആ വരന്റെ വീടുമായുള്ള ബന്ധത്തിലാണ് ചെന്നതെന്നും അവിടുത്തെ അമ്മാമ്മ പ്രാർത്ഥനയ്ക്ക് പോകുന്നു എന്നൊരു ശ്രുതി ഈ കോറപ്പിസ്കോപ്പായിക്കൊണ്ട്. അതുകൊണ്ട് അദ്ദേഹം അന്ന് വിളിച്ചു പറഞ്ഞതാണ്, ഇത് ഊരിയേച്ച് മറ്റുള്ളവരോട് പോകാനാണെങ്കിൽ ഇത് കെട്ടാതിരിക്കുക നല്ലതെന്ന്. അദ്ദേഹം സ്നാനപ്പെട്ട ഒരാളാണ്, പമ്പയാറിൽ സ്നാനപ്പെട്ട ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തോട് ആരെങ്കിലും സ്നാനം എന്ന കാര്യം പറഞ്ഞാൽ അദ്ദേഹം നഖശികാന്ത് എതിർക്കും. അതിന്റെ ആവശ്യമില്ലെന്ന് പറയും. ഒരിക്കൽ ഞാൻ ഞങ്ങളുടെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ, ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ വീട്ടിൽ ചെന്നപ്പോൾ, യാക്കോബക്കാരാണ് ആ വീട്ടിൽ അന്ന് ഒരു ഗസ്റ്റായിട്ട് അവർ കൂടി നടക്കുന്ന പള്ളിയിലെ ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ കണ്ടപ്പോഴേ അദ്ദേഹം ആ വീട്ടുകാരനെ ചോദിച്ചു, എന്തിനാ ഇവരൊക്കെ വീട്ടിൽ വരുത്തുന്നത്? അദ്ദേഹം പറഞ്ഞു, അതിനെന്താ, ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്, ദീർഘവർഷങ്ങളിലെ പരിചയമാണ്, ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരു പള്ളിയിൽ കൂടിയതാണ്, അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പെന്തിക്കോസിലാണ്. അദ്ദേഹം വളരെ ശക്തമായി ആ വീട്ടിലെ അച്ചായനോട് പറയാൻ തുടങ്ങി, കേട്ടത് ഇവർ വന്നു പറഞ്ഞാൽ സ്നാനപ്പെടാൻ പറയും, അത് ചെയ്യാൻ പാടില്ല, നമുക്ക് ലഭിച്ച പാരമ്പര്യത്തിൽ പ്രകാരം പോകണം, പാരമ്പര്യമില്ല ഉയർത്തി പറഞ്ഞു. ഞാൻ ശാന്തമായി കേട്ടുകൊണ്ടിരുന്നു. ഒടുവിൽ ഞാൻ അദ്ദേഹം പറഞ്ഞു, പേര് ചോദിച്ചു, പറഞ്ഞു എന്നോട് സംസാരിക്കണ്ട. ഞാൻ പറഞ്ഞു, ഇത്രയും പറഞ്ഞപ്പോൾ എന്നെ കുറിച്ച് ചേർത്തല്ലേ പറഞ്ഞത്, ഏതായാലും ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് വിഷയങ്ങളെല്ലാം മാറി, പ്രസംഗം ഇങ്ങനെ അല്ല സംസാരം ഇങ്ങനെ ആയതുകൊണ്ട് ചില കാര്യങ്ങൾ സംസാരത്തെ കൊള്ളാമെന്നുണ്ട്, ദയവായി എന്ത് വേണം. ഞാൻ പറഞ്ഞു, അച്ഛൻ ഈ സ്നാനത്തെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, അത് തന്നെ, ഇത് ആരാ വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളുടെ പള്ളിയിൽ അച്ഛൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛാ ഞാനും ഇങ്ങനെ ഒരാളായിരുന്നു, ഞാനെന്നറിയുന്ന 90% അച്ഛന്മാർ സ്നാനപ്പെട്ടതാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ 75% അച്ഛന്മാരും മസ്കിയാമ്മമാരും സ്നാനപ്പെട്ടവരാണ്. അദ്ദേഹം ചാടി പറഞ്ഞു, ആര് പറഞ്ഞു, ഒരു തെളിവ് പറയാം. ഞാൻ പറഞ്ഞു, 1000കണക്കിന് തെളിവ് തരാം, എന്നാൽ തൽക്കാലം ഒരു തെളിവ് തരാം. അച്ഛന്റെ പള്ളിയിൽ ഒരു കോറപ്പിസ്കോപ്പ ഉണ്ടല്ലോ, ഉണ്ട്, അദ്ദേഹം സ്നാനപ്പെട്ടതാണ്. ഈ ഇരുന്ന മനുഷ്യൻ ചാടി എഴുന്നേറ്റു. എനിക്ക് തല്ല് കിട്ടിപ്പോയതിന്. അപവാദം പറയുന്നതിനും കള്ളം പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. പാസ്റ്ററാണെന്ന് പെന്തിക്കോസാന്ന് പറഞ്ഞു എന്നും പറഞ്ഞു കളയുന്നു. ഞാൻ പറഞ്ഞു, ഒരാളെ കുറിച്ച് കാര്യം പറഞ്ഞുവെങ്കിൽ തെളിവോടുകൂടി ഞാൻ പറയത്തുള്ളൂ, ദയവായി എനിക്കൊരു അല്പസമയം കൂടി ക്ഷമിക്കണം. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കുക. അദ്ദേഹം സ്നാനപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ തെളിവ് തരാം. അഥവാ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്ത് ചെയ്യും ചോദിച്ചു. അന്നേരം പറയാമോ? അദ്ദേഹം ക്ഷോഭിച്ചിറങ്ങാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മിനിറ്റ് പോകല്ലേ, എന്ത് വേണം, ഈ ഓടിച്ചെന്ന് എന്നേച്ച് സ്നാനപ്പെട്ടെന്ന് വെച്ചാൽ അദ്ദേഹം ഒന്നും പറയത്തില്ല. അതുകൊണ്ട് ചെന്ന് ഇങ്ങനെ പറയണം. ദാവീദിന്റെ അടുക്കൽ നാഥാൻ പ്രവാചകൻ ചെന്നപ്പോൾ ഇങ്ങനെ പറയണം, അച്ചോ എന്നെ ഒരു പെന്തിക്കോസുകാരൻ കണ്ടു, ഞാൻ സ്നാനപ്പെടണമെന്ന് പറയുന്നു, ഇവര് പറയുന്നില്ല, വല്ല വാസ്തവം ഉണ്ടോ എന്ന് ചോദിക്കണം. സ്നാനം ആവശ്യമാണോ? നമ്മുടെ പള്ളിയിലെ മാമോദിസ പോരായോ? പിന്നെ എന്തിനാ പെന്തിക്കോസുകാർ ഇങ്ങനെ പറയുന്നത് ചോദിക്കണം. അപ്പോൾ അദ്ദേഹം സമുദായ പ്രകാരമുള്ള സകല കാര്യങ്ങളും നിരത്തി അദ്ദേഹം പറയും, ഇതെല്ലാം കേൾക്കണം. എന്നിട്ട് ഒടുവിൽ ഇങ്ങനെ ചോദിക്കണം, ഇങ്ങനെയായിരുന്നു, ഇങ്ങനെയാണെങ്കിൽ ആണല്ലോ, പിന്നെ എന്തിനാ അച്ഛൻ സ്നാനപ്പെട്ടത് എന്ന് ചോദിക്കണം. ഇത് കേൾക്കുമ്പോൾ അദ്ദേഹം നിങ്ങളെ ഒഴിഞ്ഞു പോകും എന്ന് ഞാൻ പറഞ്ഞു. ആ മനുഷ്യൻ വളരെ ക്ഷോഭിച്ചിറങ്ങിപ്പോയി. ചില നാളുകൾക്ക് ശേഷം വീണ്ടും ഞാൻ ആ ഭവനത്തിൽ വെച്ച്, ഞങ്ങളുടെ സ്നേഹിതരുടെ ഭവനത്തിൽ വെച്ച് അദ്ദേഹത്തെ വീണ്ടും കണ്ടു. എനിക്ക് മുഖം തരാൻ ഇദ്ദേഹത്തിന് ഭയങ്കര മടി. ഇദ്ദേഹം വല്ലാണ്ടായി. ഞാൻ പറഞ്ഞു, അച്ഛാ പ്രയാസപ്പെടണ്ട, അച്ഛൻ പോകണ്ട, ഞാനങ്ങ് പോക്കോളാം. പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ, അച്ഛൻ അന്ന് ചെന്നിട്ട് ഈ കോർപ്പസ്കോപ്പായിട്ട് ചോദിച്ചില്ലേ എന്ന് ചോദിച്ചു.
അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി, അദ്ദേഹം ഇങ്ങനെ പറയുന്നു പാസ്റ്റർക്ക് എങ്ങനെ അറിയാമായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, സ്നാനപ്പെടണോ, അങ്ങനെയെങ്കിൽ അച്ഛൻ സ്നാനപ്പെടെന്തിനാണ് ചോദിക്കുമ്പോൾ ഇദ്ദേഹം നിന്ന നിപ്പിൽ ഉരുണ്ട് കളിച്ച് മാറിക്കളയെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ എത്ര കൃത്യമായിട്ട് എങ്ങനെ പാസ്റ്റർക്ക് അറിയാം? ഞാൻ പറഞ്ഞത് പിന്നെ പറയാം, അത് സംഭവിച്ച പറയാൻ പറഞ്ഞു. ഇവിടെ ഒരു കല്യാണത്തിന്റെ റിസപ്ഷനിൽ വെച്ചാണ് വീണ്ടും ഇവർ തമ്മിൽ കാണുന്നത്. അപ്പോഴാ ഓർത്തത്, അദ്ദേഹം മാറ്റി നിർത്തി പറഞ്ഞു, എനിക്കൊരു കാര്യം ചോദിക്കാം. കല്യാണ അല്ലെങ്കിലും ചോദിക്കുകയാണ്. ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ട് അവസാനം ഞാൻ ഈ പറഞ്ഞ പോലെ അച്ഛൻ പിന്നെ കുർബാൻ ആദ്യം നിന്നുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് സ്നാനത്തിന് ശിശുസ്നാനമാണെന്ന് സമർത്ഥിച്ച് ഒരു ക്ലാസ് അങ്ങ് എടുത്തു. അത് പെന്തിക്കോസുകാർ കൊണ്ടുപോകാൻ പോകുന്ന ഒരാളുമായിട്ടല്ലേ, അതുകൊണ്ട് സമർത്ഥിച്ചൊരു ക്ലാസ് അങ്ങ് എടുത്തു. ക്ലാസിന്റെ അവസാനം അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ സമുദായം ഇതാ പഠിപ്പിക്കുന്നെങ്കിൽ, നമ്മുടെ സഭ ഇതാണ് പഠിപ്പിക്കുന്നതെങ്കിൽ പിന്നെന്തിനാ അച്ഛൻ സ്നാനപ്പെട്ടത്? വെള്ളിടി വെട്ടിയതുപോലെ ആയിപ്പോയി. അദ്ദേഹം അവിടെ നിന്നൊന്ന് കറങ്ങി. വെള്ളക്കുപ്പായോ അതിന് കറുത്ത കുപ്പായോ അതിന്മേലുള്ള ചുവന്ന പട്ടയം ചേർന്ന കപ്പായക്കാരൻ ധാരിയായ മനുഷ്യൻ നിന്ന് കറങ്ങിയിട്ട് ഞാൻ ഇപ്പം വരാന്ന് പറഞ്ഞു പോയി. പ്രിയമുള്ളവരെ, ഒരാളെ കളിയാക്കാനും പരിഹസിക്കാനുമില്ല പറഞ്ഞത്, സത്യം ഇവർക്കറിയാം. അപ്പൊ ചോദിക്കും, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടാ പിന്നെ മതിയോ? പോരാ. അതിനാണ് ആരാധനയ്ക്ക് എത്തുമ്പോൾ, ഉപവാസനം പ്രാർത്ഥന എത്തുമ്പോൾ ഏതെങ്കിലും ഭാഗത്ത് കുറവോ കുറ്റമോ വന്നുവെങ്കിൽ, സംസാരത്തിലോ ജീവിതത്തിന്റെ ഏതെങ്കിലും ഇടപാടുകൾ നൈർമല്യം നിർമ്മലത നഷ്ടപ്പെട്ടുവെങ്കിൽ, ആ ഭാഗത്ത് ദൈവത്തോട്, കുടുംബത്തോട്, സമൂഹത്തോട് ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിക്കാനുള്ള അവസരങ്ങളാണ് ഉപവാസവും പ്രാർത്ഥനയും. അതുകൊണ്ടാണ് യൂദാ അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങൾക്ക് ലഭിച്ച അതിവിശുദ്ധ വിശ്വാസത്തെ ആസ്പദമാക്കി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ ഏൽപ്പിച്ച ആ വിശ്വാസം നിങ്ങൾ പോരാടണം. പോരാടുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന, നമുക്ക് ആലോചന പറഞ്ഞു തരുന്ന ശുശ്രൂഷകന്മാർ ഇന്ന് പല സഭകളിൽ പോലും, IPC, ചർച്ച് ഓഫ് ഗോഡ്, ഷാരോൺ, AG, PMG, ഇത് ഇത്രയുമാണല്ലോ ഏറെക്കുറെ മുഖ്യധാര പ്രവർത്തനങ്ങൾ. അതിനകത്തുള്ള ശുശ്രൂഷകന്മാർ പോലും ഇപ്പോൾ ക്രിസ്തുമസിന് കരോളുമായി പാടാറിങ്ങിയിരിക്കുക. കേരളത്തിൽ വടക്കേന്ത്യയിലൊക്കെ ആണെങ്കിൽ പിന്നെ ഇപ്പോഴേ പറയാൻ പറ്റുന്ന ഒരു ന്യായീകരണം കാണും. ക്രിസ്മസ് കരോൾ അവരുടെ ഹാളിന് മുമ്പിൽ പുൽക്കൂട് വെച്ച് ഉണ്ണീശോയെയും മറിയെയും യോസഫിനെയും വെച്ച്, കാളക്കുട്ടിയെയും പശുക്കിടാവുകളെയും വെച്ച്, ഒട്ടകത്തിൽ വരുന്ന രാജാക്കന്മാരെയും വെച്ച് അവര് കാര്യങ്ങൾ നടത്തുക. ക്രിസ്മസ് ദിവസം അവര് കേക്ക് മുറിക്കുന്നു. ഭയങ്കര പരിപാടി. ഈ നിയമജ്ഞർ, ഈ പുരോഹിതന്മാർ, ഈ പ്രവാചകന്മാർ പ്രയോജനമില്ലാത്തതിനെല്ലാം ഇന്ന് കൂട്ടുനിൽക്കുക. കമ്പിത്തിരി, പൂത്തിരി, മത്താപ്പ് ഇതെല്ലാം കത്തിക്കുക. എന്താവശ്യത്തിന്? അവർ പ്രയോജനമില്ലാത്തതിനോട് ചേർന്ന് നടക്കുന്നു. പഴയ നിയമകാലത്തല്ല, ഈ കഴിഞ്ഞ ഡിസംബർ 25 ഇത് ചെയ്തവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പോട്ടെ, നമുക്ക് അടുത്ത് നോക്കാം. എന്നറിയാത്തതിനെ അവർ അത് ചെയ്യുമ്പോൾ, അതെ, ഇവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളിലൊന്ന്, യേശുവിനെ അവർക്ക് അറിയത്തില്ലായിരുന്നു. അന്നത്തെ മതപുരോഹിതന്മാർക്കും മറ്റാർക്കും കർത്താവിനെ അറിയത്തില്ലായിരുന്നു. എന്തിനധികം ശിഷ്യന്മാർക്ക് പോലും വേണ്ടതുപോലെ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അത് നമ്മൾ വായിക്കുന്നത് പൗലോസ് കൊരിന്ത്യർക്ക് 1 ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും നിയമിച്ചത് നമ്മുടെ തേജസ്, ഹവ്വ ദമ്പതികളെ ദൈവം തേജസ്സിനാരാ ചുറ്റപ്പെട്ടവരായിട്ട് ഭൂമിയിലാക്കിയത്.
വിലക്കപ്പെട്ട കനി കഴിച്ചതോടുകൂടി അവരുടെ തേജസ് നഷ്ടപ്പെട്ടു പോയി. തേജസ് നഷ്ടപ്പെട്ട മനുഷ്യനെ തേജസ്കരിക്കുവാൻ തക്കണം, തേജസ്സിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ തക്കണം മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലുണ്ടത്, ഞാൻ നിനക്കും സ്ത്രീക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാകും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. അന്നേ നിയമിച്ചു, മുൻ നിയമിച്ചു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ കാണുക. അത് തന്നെയാണ് പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 1 കൊരിന്തി 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ ഈ ലോകത്തെ വീണ്ടും റീഓർഡർ ചെയ്യുന്ന മുമ്പ്, നോട്ട് ക്രിയേറ്റ്, ലോകത്തെ ആദ്യമായി സൃഷ്ടിച്ചതല്ല, റീഓർഡർ ചെയ്തു. അതാണ് ഉൽപ്പത്തി പുസ്തകം. ആദിയിൽ ദൈവം ആകാശങ്ങൾ, ശരിയായിട്ട് ഭൂമി സൃഷ്ടിച്ചു. അടുത്തത് ഭൂമി പാഴും ശൂന്യമായി തീർന്നു. ഒരിക്കലും ദൈവം സൃഷ്ടിച്ച ഭൂമി പാഴായിട്ടും ശൂന്യമായിട്ടല്ല സൃഷ്ടിച്ചത്, വ്യർത്ഥമായിട്ടല്ല. യെശയ്യാവിന്റെ പുസ്തകം നമ്മൾ കാണുന്നു 45-ാം അധ്യായത്തിൽ, ദൈവം വ്യർത്ഥമായിട്ടല്ല ഭൂമിയെ സൃഷ്ടിച്ചത്. എന്നാൽ നാം കാണുന്ന ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ആ ഭൂമിയെ റീഓർഡർ ചെയ്തു. അതിനു മുൻപ്, റീഓർഡർ ചെയ്യുന്നതിന് മുൻപ് ദൈവം യേശുവിനെ മുൻ നിയമിച്ചിരുന്നു. സ്തോത്രം. ആകാശത്തെ സൃഷ്ടിച്ച 45-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം, ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു. വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ. സ്തോത്രം. അങ്ങനെയെങ്കിൽ വ്യർത്ഥമായിട്ടല്ലാതെ സൃഷ്ടിച്ച, പാർപ്പിന് വേണ്ടി സൃഷ്ടിച്ച ഭൂമി പിന്നെ എങ്ങനെ പാഴ്ശൂന്യമായി തീർന്നു? അത് സ്വർഗത്ത് നിന്ന് താഴേക്ക് വീണ് പതിച്ച പിശാച് ഇരുള ഭൂമി വന്നതോടുകൂടി മുഴുവൻ ഇരുളായി മാറി. ആ ഇരുളിനെയാണ് ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് വെളിച്ചമുണ്ടാക്കിയത്. അത് സൂര്യനെയല്ല അവിടെ സൃഷ്ടിച്ചത്, ചന്ദ്രനല്ല വെളിച്ചമായി വന്നത്, ദൈവം തന്നെ, യേശുവിനെ തന്നെ ദൈവം വെളിച്ചം ഭൂമിയിലേക്ക് അയച്ചു. അവിടെ ഇരുള് മാറി. അങ്ങനെ റീഓർഡർ ചെയ്ത ഭൂമി, അങ്ങനെ റീഓർഡർ ചെയ്യുന്നതിന് മുൻപ് തന്നെ ദൈവത്തിന്റെ കൗൺസിൽ ഉരുത്തിരിഞ്ഞൊരു കാര്യമാണ്, നാം ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന ചോദ്യത്തിൽ. അത് ഉസിയാവിനോടും ഉസിയാവിന് ശേഷമല്ല, യെശയ്യാവിനോടും മറ്റു ചോദ്യമല്ല, ദൈവത്തിന് തിരിക്കുന്ന പ്രകാരം ചോദ്യത്തിൽ അതിന് മറുപടിയായിട്ട് പുത്രൻ തമ്പുരാൻ പറഞ്ഞു, ആടിയനെ അയക്കണമേ, ആടിയൻ പോകാം. അങ്ങനെയാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്ന് പാപികളായി നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത്. സ്തോത്രം. അപ്പൊ വ്യർത്ഥമായിട്ടല്ല പാർപ്പിനെ സൃഷ്ടിച്ചു. 1 കൊരിന്ത്യർ വായിക്കുന്നത്, മനുഷ്യനെ തേജസ്സിലേക്ക് നടത്തുവാൻ ദൈവം മുൻ നിയമിച്ചതായ ആ നിയമിച്ചതിനെ മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ അറിവത്രേ ഞങ്ങൾ മർമ്മമായി നിങ്ങളോട് പറയുന്നത്. അത് വെളിപ്പെട്ട് കിട്ടിയവർ. സ്തോത്രം. എനിക്കും കൃപയാൽ എന്റെ 22-ാമത്തെ വയസ്സിൽ വെളിപ്പെട്ട് കിട്ടി. ഇല്ലെങ്കിൽ ഞാനും ഒന്ന് തൂക്കുറ്റി വീശി അംശോലിയോ തമസ്സോ പറഞ്ഞു നടന്നേനെ. ദൈവം ഈ മറഞ്ഞിരുന്ന മിസ്റ്ററി, രഹസ്യം, അത് കുർബാനയല്ല. ആ മർമ്മം, ആ രഹസ്യം വെളിപ്പെടുത്തി തന്നു. സ്തോത്രം. അതല്ലേ ആ മർമ്മമാണ് ഞങ്ങൾ ഇപ്പൊ പ്രസ്താവിക്കുന്നത്. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല, പൗലോസ് പറഞ്ഞില്ല. അതറിയാത്തത് കൊണ്ടാണ് സ്തേഫാനോസിനെ കല്ലെറിയുന്ന സമയത്ത് കല്ലെറിയുന്നവരുടെ വസ്ത്രവും സൂക്ഷിച്ചു പിടിച്ചുകൊണ്ട് പൗലോസ് വരുന്നത്. എറിഞ്ഞവർ അറിഞ്ഞില്ല. ഏറുകൊള്ളുന്ന സ്തേഫാനോസിന് അറിയാമായിരുന്നു. എറിയുന്നവർ അറിഞ്ഞില്ല,
എറിയുന്നവരുടെ വസ്ത്രം സൂക്ഷിച്ചിരുന്ന ശൗൽ അന്ന് അറിഞ്ഞിരുന്നില്ല. എന്നാൽ പിന്നത്തെ പ്രായപൂർത്തിയായപ്പോൾ ആള് ശരിക്ക് അല്ലെങ്കിൽ പ്രവർത്തന സജ്ജമായി കഴിഞ്ഞപ്പോൾ ദൈവസഭയെ മുടിക്കാൻ ഇറങ്ങിയ ശൗലിനെ ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് കർത്താവ് അതിശക്തമായ പ്രകാശത്തിൽ ഇറങ്ങി വന്നവൻ, വെളിച്ചമായവൻ, അടുത്തുകൂടാനാവാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ആ വെളിച്ചമായി തന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ചോദിച്ചു, നീ ആരാകുന്നു കർത്താവേ? നീ ഉപദ്രവിക്കുന്ന യേശുവാ ഞാൻ. ആ അറിവ് ലഭിച്ചത് പിന്നെ പൗലോസ് കർത്താവിനെ ഉപദ്രവിച്ചിട്ടില്ല. അതുകൊണ്ട് പൗലോസ് പറയാണ്, ഞാനും അറിഞ്ഞിരുന്നില്ല. ഇത് അറിയാതിരുന്നവർ, അവിടെ അങ്ങനെ സാക്ഷ്യം പറയുന്നില്ല, അദ്ദേഹം അറിഞ്ഞിരുന്നില്ല എന്ന് മറ്റു ഭാഗത്ത് നമ്മൾ കാണാൻ സാധിക്കും. ഇവിടെ പറയുകയാണ്, അറിഞ്ഞിരുന്നുവെങ്കിൽ അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ല. സ്തോത്രം. അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കത്തില്ല. ആണ്ടുതോറും പുരോഹിതന്മാർ പാപപരിഹാരാർത്ഥം ചെയ്ത ബലികൾ, യാഗങ്ങൾ, ഇതെല്ലാം ആരെ പ്രതിയാണെന്നും പെസഹ ആരെ പ്രതിയാണെന്നും ഈ വലിച്ചു കെട്ടിയിരിക്കുന്ന തിരശീല എന്തിനാ ഇങ്ങനെ അപ്പുറം ഇപ്പുറം രണ്ടു കൂട്ടർ നിൽക്കുന്നതെന്നും ഇതിന്റെ പിന്നിലെ മർമ്മ യഥാർത്ഥമായി അറിഞ്ഞിരുന്നുവെങ്കിൽ അന്നത്തെ പുരോഹിതന്മാർ, അവരെ കുറിച്ച് പ്രഭുക്കന്മാർ എന്ന് പറഞ്ഞത്, പുരോഹിതന്മാരും പടയാളികളും യഹൂദ മേധാവികളും കൂടി കർത്താവിനെ ക്രൂശിക്കത്തില്ലായിരുന്നു. ഇന്ന് പറയുന്നില്ല. യാക്കോബായ കത്തോലിക്കർക്കതില്ല, മർത്തോമക്കാർക്ക് കൊണ്ടു തോന്നും തിരശീല. ഒരു കൂട്ടരെ അപ്പുറത്തും ഒരു കൂട്ടരെ ഇപ്പുറത്തുമായി നിർത്തി തിരശീലയ്ക്കകത്ത് ഇവർ എന്തുവാ ചെയ്യുന്നത്? ഇവർ അറിഞ്ഞിരുന്നുവെങ്കിൽ അത് ഈ പരിശുദ്ധ സ്ഥലത്തായിരുന്ന ബലി പ്രാകാരത്തിലേക്ക് ഇറങ്ങി വന്ന് 2 3 പേർ നാമത്തിൽ എവിടെ കൂടി വരുന്നു അവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞവന്റെ ആ വെളിപ്പാട് അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് മദ്ബഹായും ഐക്യനായും പ്രാകാരവും ഈ പറഞ്ഞ പുരോഹിത വൃന്ദം നിർമ്മിച്ച് ജനങ്ങളെ അവിടെ ഇവിടെ നിർത്തി കഷ്ടപ്പെടുത്തുമായിരുന്നോ? ദുഃഖവെള്ളിയാഴ്ച കയ്പുകാടി പിന്നെയും കുടിപ്പിക്കുമായിരുന്നോ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മുട്ടയെ നിർത്തി കുമ്പിടിപ്പിക്കുവോ? ദുഃഖക്കഞ്ഞി കുടിപ്പിക്കുവോ? ശനിയാഴ്ച ദുഃഖശനിയാഴ്ച ആചരിക്കുമോ? ഈസ്റ്റർ എന്ന് പറഞ്ഞ ഞായറാഴ്ച രാവിലെ പാതിരാ കുർബാന കഴിഞ്ഞ് വെളുപ്പിന് 5 മണിയോടുകൂടി ഖദന പൊട്ടിച്ചേച്ച് ത്രോണോസിന്റെ പുറകിൽ മദ്ബഹ വെച്ചിരിക്കുന്ന ത്രോണോസിന്റെ പുറകിലെ സീല് വെച്ചിരിക്കുന്നത് വലിച്ചു പറിച്ചേച്ച് ജയിച്ചു മരണത്തെ പിന്നോട്ടടിച്ച യേശു ഉയർത്തെഴുന്നേറ്റ് എന്ന് പറഞ്ഞൊരു കുരിശും ഉയർത്തിപ്പിടിച്ച് അതിനു ചുറ്റും മറുവാസ കുലുക്കി കൈമണി അടിച്ച് വലിയമണി അടിച്ച് ധൂമക്കുറ്റി വീശിക്കൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റെന്ന് ഇവര് പറയുവോ? ഇവരറിയുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അന്ന് അവർ തേജസ്സിന്റെ ക്രിസ്തുവിനെ അറിഞ്ഞിരുന്നുവെങ്കിൽ അന്നത്തെ ലോകം കർത്താവിനെ ക്രൂശിക്കത്തില്ല. അതുകൊണ്ട് ഒരു വലിയ അറിവ് വിശ്വാസികൾക്കും നാമധേയ ക്രിസ്ത്യാനികൾക്ക് ഉളവാകട്ടെ എന്ന് കർത്താവിന്റെ കൃപയിൽ ശരണപ്പെട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളുടെ ഏവരുടെയും കണ്ണുകളെ തുറക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സഹായിക്കട്ടെ. ഞാൻ വ്യക്തികളെ പറഞ്ഞതൊന്നും അവരെ ഈ സമൂഹത്തിൽ താഴ്ത്തിക്കെട്ടാൻ പറഞ്ഞതല്ല, മറിച്ച് ഏവരും നിത്യതയിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അത് ഒഴിഞ്ഞു പോകുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. ദൈവം നമുക്ക് വീണ്ടും കാണാം. പ്രൈസ് ദി ലോർഡ്.